എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ വിഷു സെലിബ്രേഷൻസ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേരെങ്കിലും അടുത്ത വെള്ളിയാഴ്ചക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ലെ? എനിവേ, അപ്പൊ എല്ലാവരും ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയമായിരിക്കും. ഞാൻ എങ്ങനെയായിരുന്നു കേട്ടോ, 2-3 ദിവസമായിട്ട് ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ചേട്ടൻ പറയാം, നിന്റെ മടിയൊക്കെ നിർത്തി വെക്കേണ്ട സമയം അയച്ചിട്ടുണ്ടെങ്കിൽ ഇതാ വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞപ്പോഴാണ് ശരിയാണല്ലോ, ഞാൻ കുറച്ച് ദിവസമായാലും റെസിപ്പീസ് ഇട്ടിട്ടെന്ന് ഓർമ്മ വന്നത്. വളരെ എളുപ്പമുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാസ്ത. ഞാൻ ഇതിനു മുമ്പ് 2 ടൈപ്പ് ഓഫ് പാസ്തയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റെഡ് ആൻഡ് വൈറ്റ് സോസ് പാസ്ത. അതിന് ചിലർ പറയുന്ന പേരാണ് പിങ്ക് പാസ്ത എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഞാൻ ഉണ്ടാക്കിയപ്പോൾ പിങ്ക് കളറൊന്നും വന്നില്ല, ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഏകദേശം. അപ്പൊ എന്തായാലും ഞാൻ സാരി നോക്കിയപ്പോൾ ഈ കളർ സാരി കിട്ടുകയും ചെയ്തു. അപ്പൊ ഇന്നത്തെ ഇൻട്രോക്ക് ഈ സാരി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും വളരെ എളുപ്പത്തിൽ അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ റെഡ് ആൻഡ് വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് പാസ്ത ഇൻ റെഡ് ആൻഡ് വൈറ്റ് സോസ് ഉണ്ടാക്കാം. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പിങ്ക് പാസ്ത ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടൊമാറ്റോ ആണ്, 2 തക്കാളിയാണ്. അതായത് ഇതിന് ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതിയാവും കേട്ടോ. ഇത് ഒരുപാട് പുളിയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഒരു മീഡിയം തക്കാളിയും 1 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളിയുടെ നന്നായി വാഷ് ചെയ്തിരിക്കുന്ന തക്കാളിയാണ് കേട്ടോ, അതൊന്ന് ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് ക്രോസ്, അതായത് ഇത് താഴത്തെ ഭാഗമല്ലേ, മേലത്തെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്രോസ് വരച്ചു കൊടുക്കാം. അതായത് ഒന്ന് വെട്ട് ഇട്ട് കൊടുക്കാം. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ തൊലി എടുക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ക്രോസ് പോലെ. അതിനുശേഷം ഈ വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളച്ചതിന് ശേഷം തക്കാളി ഇട്ടിട്ട് നമുക്ക് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. പതുക്കെ ഇടണം കേട്ടോ, കൈ പൊള്ളിക്കരുതേ, മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. ഇനി അതിന്റെ തൊലിയെല്ലാം അങ്ങ് വിട്ട് വരും. ആ സമയത്ത് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ തക്കാളിയുടെ തൊലി കണ്ട വിണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതങ്ങ് എടുക്കാം. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ ഐസ് വാട്ടർ ഇടാം. ഐസ് വാട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെറുതെ പച്ചവെള്ളത്തിൽ ഇടാം. അതുമില്ല നിങ്ങൾക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചാൽ മതി, തൊലിയെല്ലാം കളഞ്ഞിട്ട്. ഇത് ഞാൻ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് വാട്ടറിൽ ഇടുന്നത് കേട്ടോ. ഓഫ് ചെയ്യാം. ഐസ് വാട്ടറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കണം. നമ്മുടെ തക്കാളി നന്നായിട്ട് അതിന്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ആവുമ്പോഴേക്കിനും ഇതിന്റെ തൊലി ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ബാക്ക് സൈഡ് നമ്മൾ ഉപയോഗിക്കില്ല. അതേപോലെ തന്നെ മറ്റേ തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. തൊലി കളഞ്ഞ തക്കാളി നന്നായിട്ട് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കാണ്ട് അരക്കണേ. അപ്പൊ ഇതാ ഞാനത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റെഡ് സോസ് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. ഒന്നില്ലെങ്കിൽ ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. എന്താണ് താല്പര്യം അത് ചെയ്തോളൂ. പക്ഷെ വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ പറയാറില്ലേ, ഇറ്റാലിയൻ റെസിപ്പീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസിപ്പീസ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വാസന കിട്ടില്ല, ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഞാനിവിടെ ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നെയ്യിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. നെയ്യിൽ ഉണ്ടാക്കാം, വിരോധമൊന്നുമില്ല. അതായത് ബട്ടറിന്റെ വാസനയും നെയ്യിന്റെ വാസനയും കുറച്ച് വ്യത്യാസമുണ്ട്. നിവൃത്തിയില്ലെങ്കിൽ ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ ബട്ടർ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ സോസ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിൽ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വെള്ളം ചൂടാക്കാൻ വെക്കാം, തിളപ്പിക്കാൻ വെക്കാം. അപ്പം ഞാനിവിടെ ഒരു കടായിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഓയിൽ, ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, എക്സെപ്റ്റ് കോക്കനട്ട് ഓയിൽ കേട്ടോ. അത് ഈ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ വെള്ളം. ആ സമയം കൊണ്ട് നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് 2 വലിയ അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ നമ്മുടെ നാടൻ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണൊക്കെ ആവാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഇതില് സവാള ചേർക്കാറുണ്ട്. വളരെ നൈസാക്കി അരിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സവാളയുടെ അര സവാള വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷെ ഇവിടെ ചേർക്കുന്നില്ല, കാരണം കുട്ടികൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, പക്ഷെ എന്റെ മക്കൾക്ക് ഇപ്പോൾ തൽക്കാലം അത് വേണ്ടാന്ന് പറഞ്ഞ കാരണം ഞാനിത് ചേർക്കുന്നില്ല. അപ്പൊ എന്റെ വൈറ്റ് സോസ് പാസ്ത ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ചെയ്യാം, എല്ലാ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട്. ഞാനിപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ വെറുതെ വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഈ സോസ് റെഡിയാക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് നന്നായിട്ട്
വഴറ്റിയെടുക്കാൻ. വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ തീ ഒന്ന് കുറയ്ക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒന്ന് വാടി വന്നിട്ടുണ്ടേ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അല്പം ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി. പക്ഷെ തീരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ മുളക് പൊടി ചേർക്കണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് ചതച്ചതാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറണം. ഈ സ്പൈസസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. പിന്നെ ഇവിടെ പിള്ളേർക്ക് അത്യാവശ്യം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഒരു അല്പം പെപ്പർ പൗഡർ. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പെപ്പർ പൗഡർ മാത്രം ചേർത്താൽ മതി. ഈ മുളക് പൊടിയും മുളക് ചതച്ചതും ചേർക്കണമെന്ന് ഇല്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഞാൻ കുറച്ച് ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ബേസിൽ, അതായത് തുളസി ഉണക്കിയത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ അവസാനം ചേർത്താലും മതി. അതുപോലെ തന്നെ ഒറിഗാനോ തുളസിയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷെ അതുണ്ടെങ്കിലാണ് കറക്റ്റ് ആ പാസ്തയുടെ നല്ലൊരു വാസന വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, ചെറിയ ഹോൾസിൽ കൂടെ മാത്രം ഇടാൻ പാടുള്ളൂ. ഒരുപാട് വലിയത് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കൂടിപ്പോവും ചിലപ്പോൾ. അപ്പോഴും ശ്രദ്ധിക്കാം. ഒരു നുള്ള് ഷുഗർ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഷുഗർ. അതിനുശേഷം നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റാം, ലോ ഫ്ലെയിമിൽ നിന്ന്. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്യണം. ഞാനൊരു ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. 50 ഗ്രാം പാസ്തയുടെ കണക്കാണേ. 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവ്, ചെറിയൊരു പോർഷൻ. ഞാനൊരു ഇച്ചിരി ബീറ്റ്റൂട്ടിന്റെ കളർ ചേർക്കുകയാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓറഞ്ച് റെഡ് കളർ ചേർത്താൽ മതി. ബീറ്റ്റൂട്ട് എങ്ങനെയാണ് ഉണക്കി പൊടിച്ച് റെഡിയാക്കാമെന്ന് ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ. ബീറ്റ്റൂട്ട് നല്ല നാച്ചുറൽ കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനൊരു വീഡിയോ ഇടാം താമസിയാതെ. ഇപ്പം നാച്ചുറൽ ഫുഡ് കളറാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് നമ്മൾ. പിങ്ക് പാസ്ത എന്നെങ്ങനെ പേര് വന്നതെന്ന് എനിക്കറിയില്ല. എനിക്കൊരിക്കലും അങ്ങനെ പിങ്കൊന്നും ആവാറില്ല. ഞാനിപ്പോൾ ബീറ്റ്റൂട്ട് ജ്യൂസ് ചേർത്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ കളർ എങ്ങനെയായിട്ട് വരും എന്നുള്ള കാര്യം. നന്നായിട്ട് കുക്കാവട്ടെ കേട്ടോ. ആ തക്കാളിയുടെ ആ പച്ചമുളക് നന്നായി മാറണേ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെനെ പാസ്തയാണ്. ഈ ഷേപ്പിലുള്ള പാസ്തയാണ്. അതേസമയം നിങ്ങൾക്ക് ഏത് പാസ്ത വെച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ സ്പെഗറ്റി, നീളത്തിലുള്ള നൂഡിൽസ് പോലുള്ള സംഭവമില്ലേ, സ്പെഗറ്റി വെച്ചിട്ടുണ്ടാക്കാം, നൂഡിൽസ് വെച്ചിട്ടുണ്ടാക്കാം. ഒന്നില്ലെങ്കിൽ സേമിയ വെച്ചിട്ട് പോലും നമുക്ക് ഈ സെയിം റെസിപ്പി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് ഇതേപോലത്തെ പാസ്ത ഉള്ളതുകൊണ്ടാണ് ഇത് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ ഇട്ടിട്ട് നന്നായി കുക്ക് ചെയ്യാൻ പാടില്ല. ഓവറായി കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോയിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഞാൻ അതിന്റെ പരുവം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും വെള്ളം തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ എന്നാൽ മാത്രമേ കുറച്ചെങ്കിലും ഉണ്ടാവുള്ളൂ. ഞാൻ 1 കപ്പ് എടുത്തുണ്ടാക്കി നോക്കിയപ്പോൾ തികയാത്ത പോലെ തോന്നി. ഒരാൾക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ 1.5 കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ റെഡ് സോസ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ചുമണൊക്കെ മാറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു സോസും കൂടി ഉണ്ടാക്കണം, വൈറ്റ് സോസ്. ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ള സോസ് തന്നെയാണ്. പക്ഷേ വൈറ്റ് സോസ് ഉണ്ടാക്കണം ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ അടുത്ത് ഹെവി ക്രീം ഇല്ലേ, വിപ്പിംഗ് ക്രീം, ഹെവി ക്രീം പോലുള്ള കുക്കിംഗ് ക്രീമുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. അപ്പോഴും നമ്മൾ സെയിം റിസൾട്ട് കിട്ടും. പക്ഷെ പലവരുടെ അടുത്തും അതുപോലുള്ള ഹെവി ക്രീംസ് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോകുന്നത് തനിയെ. അതിനുശേഷം ഇതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതുണ്ടെങ്കിൽ ഇതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഹെവി ക്രീം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ മറ്റേ രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിൻ്റെ രുചി ഇച്ചിരി മുന്നിലോട്ട് നിൽക്കണേ. എപ്പോഴും ഞാൻ നമ്മുടെ ബിരിയാണിയിൽ ചോറുണ്ടാക്കുമ്പോൾ പറയാറില്ല, അതുപോലെ തന്നെ ഒരുപാടല്ല, അല്പം മുന്നിലോട്ട് നിന്നാലാണ് ആ പാസ്തയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് പാസ്ത കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മിക്കവാറും പാസ്തയുടെ പാക്കറ്റിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും കുക്കിംഗ് ടൈം ഒക്കെ. എന്നാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് എത്ര സമയം എടുത്തു ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിരിക്കുന്നത്, മീഡിയത്തിലല്ല, ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പാസ്തയുടെ കുക്കിംഗ് ടൈമിലും ചേഞ്ച് ഉണ്ടാവും, അതെപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പം മിക്കവാറും അതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പാസ്ത നമുക്ക് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുക. കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഓവറായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ തളർന്നിരിക്കും, പാടി പോകും, ശരിയാവില്ല. സ്ട്രെയിനറിലോട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഈ പാസ്തയുടെ മുകളിൽ പച്ചവെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതേസമയം നമ്മൾ സ്പെഗറ്റി അല്ലെങ്കിൽ നൂഡിൽസ് പോലുള്ള സംഭവം, അതും അല്ലെങ്കിൽ സേമിയ ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മേലേക്ക് തണുത്ത വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ആകെ ഒട്ടിപ്പിടിച്ച് പോകും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഓയിലൊന്ന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. പക്ഷെ ഇതിൽ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം ഇത് ഒട്ടിപ്പിടിക്കാത്ത പാസ്ത ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിത് അരിച്ചതിന് ശേഷം കൊണ്ടുവരാം. വൈറ്റ് സോസ് ഉണ്ടാക്കണം. ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അല്ലെങ്കിൽ ബട്ടർ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് അല്പം ഓയിൽ ചേർക്കുന്നുണ്ട്, മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. ഇപ്പൊ ഞാൻ മീഡിയത്തിലാണ് തീ വെച്ചിരിക്കുന്നത്. അതേസമയം നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് ഇതിന്റെ തീ കുറയ്ക്കണം, ലോ ഫ്ലെയിമിലോട്ട് മാറ്റണേ. പിന്നെ നമുക്ക് എടുത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് പാലാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ചെറിയ ചൂടുള്ള പാല്. അപ്പൊ അതെല്ലാം എടുത്ത് വെക്കണേ. ഈ മൈദയും പാൽ അടുപ്പിച്ച് വെക്കണം. കാരണം മൈദ കുക്കായി കഴിഞ്ഞ് ഉടനെ തന്നെ പാൽ ഒഴിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ സമയത്ത് പാൽ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ മൈദ കരിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഏതാണെങ്കിലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് കുക്കായതിനു ശേഷം വേണം നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിക്കാനുള്ളത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈദയുടെ ഒരു പച്ചച്ചുവ മുന്നോട്ട് നിൽക്കും. അതെപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇതൊന്ന് ചെറിയ തീയിലിട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുക്കും. ഞാൻ ഇച്ചിരി ഒന്ന് തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് പാല്, ചെറിയ ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് ഇത് കുക്ക് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. പതുക്കെ കുക്ക് ചെയ്തെടുക്കുക. ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഓവറായിട്ട് ഉപ്പ് ചേർക്കണ്ട. കാരണം മറ്റേ സോസിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ സോസിലിട്ടതിന് ശേഷം ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കും. കാരണം ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചെറിയൊരു തിക്നെസ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്, കൺസിസ്റ്റൻസി മാറാൻ തുടങ്ങിയിട്ടുണ്ട്, സോസ് ആയിട്ടുണ്ട്. എന്താ ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. അത് നമ്മുടെ ഈ പാത്രത്തിലോട്ട് ഈ സോസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് മിക്കവാറും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ചീസ് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ്, ഞാനിവിടെ മൊസറല്ല ചീസിന്റെ ക്യൂബാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരല്പം വെള്ളത്തിന്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഈ നമ്മുടെ പാസ്ത ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് കുക്ക് ചെയ്യണം, എന്നാലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഈ സോസൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഞാനതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചൂടുവെള്ളത്തിന് വരെ പാലൊഴിച്ചാലും മതിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കേട്ടോ. സോസ് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചീസിൻ്റെ സ്ലൈസാണ്. മൊസറല്ല ചീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസാണോ അത് വേണമെങ്കിൽ ഉപയോഗിക്കുക. ഗ്രേറ്റ് ചെയ്തിട്ട് അവസാനം ചീസ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം. ചീസ് ഇഷ്ടമില്ലെങ്കിൽ ചീസ് ഒഴിവാക്കാം. അതൊന്ന് മെൽറ്റ് ആവട്ടെ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ, നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയുള്ളൊരു കളറായിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ. കാരണം ഇത്രയെങ്കിലും സോസ് വേണം, എന്നാൽ മാത്രമാണ് കുറച്ച് കഴിയുമ്പോൾ സോസ് തിക്കാവുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒട്ടും തന്നെ സോസ് ഇല്ലെങ്കിൽ ചില ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. കാരണം ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ പിന്നെ ഞാൻ വീണ്ടും പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കാൻ നിൽക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അതിനനുസരിച്ച് ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ചീസൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അത് വിചാരിച്ചിട്ട് ഓവർ ചീസ് ഇടുകയും വേണ്ട കേട്ടോ. ഓവർ ചീസ് ആയി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം ഒരു മിതമായ അളവിൽ ഇട്ട് കൊടുക്കുക. ബർഗറിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന ചീസ് സ്ലൈസ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അതായാലും മതി. അല്ലെങ്കിൽ പാർമസാൻ ചീസ്, ചെഡാർ ചീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തരത്തിലുള്ള ചീസുകൾ അവൈലബിൾ ആണ്. കുട്ടികൾക്കുള്ള ഇഷ്ടമനുസരിച്ചുള്ള ചീസ് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന ചീസൊക്കെ അനുസരിച്ച് എന്താണ് നിങ്ങൾ താല്പര്യം അതനുസരിച്ച് ഇട്ടോളൂ. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ആയിട്ട് മാറും. ഈ ഒരു കൺസിസ്റ്റൻസി സൂപ്പർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് സെർവ് ചെയ്യാം. ബേസിൽ ലീവ്സ് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ചിറക്കെടുത്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാസ്ത അല്ലെങ്കിൽ വൈറ്റ് റെഡ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക്, ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോൾ നോമ്പ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല, പക്ഷേ സൂപ്പർ ടേസ്റ്റിയാണ്. ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ കറക്റ്റ് അളവൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു പാസ്ത നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഏത് പാസ്ത വെച്ചിട്ടും ഈ റെസിപ്പി തയ്യാറാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ടൊമാറ്റോ ഇല്ലെങ്കിൽ കാൻഡ് ടൊമാറ്റോ വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഫ്രഷ് ടൊമാറ്റോ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെഡ് വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്